വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു പൊൻതൂവൽ കൂടി. സംഭവം വേറൊന്നുമല്ല, ആരോടും പറയാണ്ടങ്ങ് പോയി മൂക്കുകുത്തി. വീട്ടിലിതറിയുമ്പോൾ എറുണ്ടതി പിച്ചുണ്ടതിയാണ് അവസ്ഥ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ട്രൈ ചെയ്യാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. മുടി വെട്ടി പണി പാളിയ കഥയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. സോ വീഡിയോ ഫുള്ള് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തവണ ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഗ്യാപ്പ് എടുക്കാണ്ട് നല്ല വീഡിയോസ്, ഷോർട്ടാണെങ്കിലും നല്ല വീഡിയോസ് എപ്പോഴും നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തോ എനിക്കറിയാൻ വയ്യ, സാഹചര്യങ്ങളുടെ അമിത സമ്മർദ്ദം മൂലം എനിക്കതിന് പറ്റുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നേരെ വിട്ടാലോ. നല്ല അടിപൊളി മഴയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ മഴയെ നോക്കിയിരുന്നപ്പോഴാണ് കൊറിയർ ഓഫീസിൽ നമുക്ക് കോൾ വരുന്നത്. കൊറിയർ എത്തിയിട്ടുണ്ട്, വന്ന് എടുത്തുകൊണ്ട് പോകാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, പർപ്പിളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ നൈക്കയുടെ 3-in-1 ഫൗണ്ടേഷൻ. സംഭവം രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു ഫൗണ്ടേഷൻ, ഒരു ഐലൈനർ, മസ്കാര. ഞാൻ അങ്ങനെ മസ്കാര യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത് ഇപ്പോൾ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് പോലെ തന്നെ. പിന്നെ ഒരു ഹെയർ ഓയിൽ. ഇത്രയാണ് നമ്മൾ ആകെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന സംഭവം. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, മൂക്ക് കുത്താനായിട്ട് പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഈ കാണുന്ന സെറ്റൊക്കെ വെഡ്ഡിങ് സെറ്റാണ്. മീൻസ് 5 പവൻ 15 പവൻ 10 പവൻ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സംഭവമാണ്. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ മൂക്ക് ഷൂട്ടിംഗ് അല്ലായിരുന്നു, നോർമൽ നമ്മൾ പരമ്പരാഗതം അങ്ങനെ തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നോർമലി നമ്മൾ മൂക്ക് കിഴിക്കില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ മൂക്ക് കുത്താനുള്ള ആൾ വരുന്നത് വരെ, ആ ചേട്ടൻ വരുന്നത് വരെ നമ്മൾ അവിടെ ഇങ്ങനെയുള്ള കുറച്ച് 18 ക്യാരറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ആ ചേട്ടൻ വന്നു, ദക്ഷിണ കൊടുത്തിട്ടാണ് നമ്മൾ മൂക്ക് കുത്തിയത്. അപ്പോൾ മൂക്ക് കുത്തിയ ആൾ ഞാനല്ല, ചിഞ്ചുവിനാണ് മൂക്ക് കുത്തിയത്. എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ ഭാര്യ വിതറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നും അവൾ ഇട്ടില്ല. അവസാനം മൂക്ക് കുത്തുന്ന കണ്ടിട്ട് ഞാനാണ് കരഞ്ഞത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. വീട്ടിൽ കാണിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു അതിഥീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സംഭവം വേറൊന്നുമില്ല, ഒരു കുട്ടി ആമ, മിനിയേച്ചർ ആമയില്ലേ, അതാണ്. ഒരു തവണ നമ്മൾ പിൻട്രസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിഞ്ചു ഇങ്ങനെ എന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഈ വക സാധനങ്ങളെയൊക്കെ വളർത്തുന്നതിന് ലൈസൻസ് ഉള്ള സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണം. അത് നമ്മൾ ഉറപ്പായിട്ടും എൻഷുർ ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് എത്തിയതാണ് ഈ ഒരു ഷോപ്പിൽ. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഷോപ്പാണ്. അതെ, ആളിനെ നമ്മൾ വാങ്ങി, അതിൻ്റെ ഫുഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടാണ് ഒറിജിനൽ കോമഡി. ഞാൻ ഇതുവരെയൊക്കെ ഒരു ആമയെ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന് ഫുഡ് കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിനെ വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചു, എന്നിട്ട് ഇതിൻ്റെ ഫുഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു. ജന്മം ചെയ്ത് അനങ്ങുന്നില്ല, ശ്വാസം വിടുന്നത് പോലും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ വെള്ളത്തിലെടുത്തിട്ട് നോക്കി, അപ്പോഴാണ് ആൾ കൈയും കാലും ഒക്കെ ഒന്ന് പുറത്തേക്കിട്ട് ആക്റ്റീവായത്. പിന്നെ ഫുഡും കഴിച്ചു. അങ്ങനെ ആമ ഹോട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വയറ്റിലെ കൊക്കോപ്പുഴുക്കളൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ബുക്കാറോ ചിന്നുക്കുട്ടിയത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാനായിട്ട് പോയത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു ഷാപ്പിലാണ്. പക്ഷേ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞാനിതിൻ്റെ പേര് മറന്നുപോയി കംപ്ലീറ്റ്ലി. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഈ ഷാപ്പിൻ്റെ പേര്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. ഒന്നും പറയാൻ, നല്ല അടിപൊളി ഫുഡായിരുന്നു. കണ്ടില്ലേ, പുറകെ വരുന്നുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് അവസാനം കഴിച്ച് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. നമ്മളത് പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. പാകത്തിനുള്ള എരിവും ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഫീലിംഗ് ആയിരുന്നു സംഭവം. പിന്നെ നമ്മൾ ഷാപ്പിൽ പോയത് കണ്ട് ആദ്യം കാണിച്ച സംഭവം കള്ളല്ല. ഞാൻ ഈ കുടിക്കുന്നതും കള്ളല്ല. ഞാൻ കള്ളെന്നല്ല, ലഹരി തരുന്ന യാതൊരു വസ്തുക്കളും യൂസ് ചെയ്യാറില്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി, ജീവിതമാണ് എൻ്റെ ലഹരി. ഇരിക്കട്ടെ ഒരു ഗുമ്മിന്. ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 3G ലൈഫിലെ അനുഭവങ്ങളുമുണ്ട്. കിളികളൊക്കെ കൂട് വിട്ട് കൂട്ടത്തോടെ പോയൊരവസ്ഥയിൽ എത്താറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞെടുക്കുക, നമ്മൾ ചിലപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കംപ്ലീറ്റ്ലി സീറോയിലെത്തില്ലേ. അപ്പോൾ BP ഹൈ ആവും, ഇങ്ങനെ ഹോസ്പിറ്റലിൽ അടിക്കടി വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്ക് എന്തെങ്കിലും ശരിയാവുമായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ ഫേസ് ഇങ്ങനെ കവർ ചെയ്തതെന്ന് വെച്ചാൽ, പ്രസന്നവതിയായി കുലീനത അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുകയെന്നായിരിക്കും എൻ്റെ ഒരു വിചാരം. പക്ഷേ എൻ്റെ സ്ഥായി ഭാവം പുച്ഛമാണ്. പുഞ്ചിരിയാണെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന സംഭവം പുച്ഛമാണെന്നുള്ള പച്ച സത്യം ഉൾക്കൊള്ളാൻ ഇതുവരെയും എൻ്റെ കുഞ്ഞു മനസ്സിന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഫേസ് കവർ ചെയ്തത്. ഇത് ഞാൻ ഹെയർ
പല രീതിക്ക് വെട്ടിയ പരീക്ഷണങ്ങളിൽ ഒന്ന് മാത്രം. അധികം ഫ്ലോപ്പ് ആയില്ല, എന്നാലും ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയായിട്ട് വന്നിട്ടുമില്ല. മുടി വെട്ടിക്കഴിഞ്ഞ് നമ്മൾ താഴേലേക്ക് നോക്കും, അതായത് മുടി വെട്ടിയിട്ട് ആ ഒരു ഫ്ലോറിലേക്ക് നോക്കുന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ദേ ഇതുപോലെ നമ്മുടെ മുടികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് വീണ്ടും വീണ്ടും ചിന്ത വരും. പിന്നെ സ്വന്തം തീരുമാനം ആയതുകൊണ്ട് ഞാനങ്ങ് സഹിക്കും. ഇനി നമ്മൾ പോകുന്നത് നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. ഡേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞേ, സൂപ്പർ അല്ലേ? ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബീച്ച് ഹിൽ കഫേയാണ്. സോ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായതാണ് ഇവിടെ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. കടലൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ എൻ്റെ ക്യാമറയ്ക്ക് കപ്പാസിറ്റി ഇല്ല, എനിക്കറിയത്തതുമില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു സംഭവം നമ്മൾ പോയ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം അട്രാക്റ്റീവായിട്ട് തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഇതവിടുത്തെ ബോർഡ് വെച്ചിരുന്നതാണ്, ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓവറോൾ ഫുഡാണെങ്കിലും ആ ഒരു ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഫിഷ് കട്ട്ലറ്റ്, അതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കട്ട്ലറ്റ് തന്നെ ആവുമെന്ന് എനിക്കറിയില്ല, അസം. പിന്നെ നമ്മൾ അൽഫാമാണ് മെയിൻ കോഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാന്താരി അൽഫാം ഉണ്ടായിരുന്നു, നമ്മുടെ പെപ്പർ അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ വേറെന്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും വീഡിയോ എടുത്ത ഡേറ്റ് കുറേ കഴിയുമ്പോഴത്തേക്ക് സംഭവമൊക്കെ മറന്നു. കടൽ നിങ്ങളെ കാണിച്ചില്ലാന്ന് പരാതി പറയരുത്. ആ നിങ്ങൾ നേരത്തെ കണ്ട ഇരുട്ട് സംഭവം അത് കടലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഓവറോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ടേക്ക് കെയർ. താങ്ക് യു.